എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ യൂണിഫോമിനോടൊപ്പം ഹിജാബ് ധരിക്കാനുള്ള അവകാശം മുസ്ലിം പെൺകുട്ടികൾക്ക് വേണോ വേണ്ടയോ എന്ന കാര്യം നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഒരു നിയമപ്രശ്നമായിട്ടും സാമൂഹ്യ പ്രശ്നമായിട്ടും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. സ്കൂൾ യൂണിഫോമിനോടൊപ്പം ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുകൈന റിസ്വി എന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിനി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. 2 അംഗങ്ങൾ അടങ്ങിയിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് അത് പരിഗണിച്ചത്. ഒന്ന് ജസ്റ്റിസ് ജെ മുനീർ, മറ്റൊന്ന് ജസ്റ്റിസ് ഇന്ദ്രജിത്ത് ശുക്ല. ഇവർ യോജിച്ച് ഈ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുന്നു. വിധി എഴുതിയിരിക്കുന്നത് ജസ്റ്റിസ് ജെ മുനീറാണ്. സ്കൂൾ യൂണിഫോം എന്നത് ഒരു നയപരമായ തീരുമാനമാണ്. അത് ആ സ്ഥാപനത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട വിഷയമാണ് എന്നാണ് കോടതി ഇതിൽ വ്യക്തമാക്കിയത്. ഈ വിധി എന്തുകൊണ്ട് ശരിയാണ്, എന്തുകൊണ്ട് മതേതര വിദ്യാഭ്യാസത്തിൻ്റെ സംവിധാനങ്ങളെ, അടിസ്ഥാന തത്വങ്ങളെ ഇത് ഉയർത്തിപ്പിടിക്കുന്നു എന്നീ കാര്യങ്ങളാണ് നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ആദ്യം ഈ കേസിൻ്റെ വസ്തുതകൾ നോക്കാം. ഉത്തർപ്രദേശിൽ പ്രയാഗ്രാജിലെ ടാഗോർ പബ്ലിക് സ്കൂളിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സുകൈന റിസ്വി എന്ന വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചാണ് 6 മുതൽ 10 വരെ സ്കൂളിൽ പോയിരുന്നത്. 11ാം ക്ലാസ്സിലേക്ക് പ്രവേശനം കിട്ടിയപ്പോൾ സ്കൂൾ അധികൃതർ ഹിജാബ് വിലക്കുന്നു. ഈ കുട്ടി അതിൻ്റെ അമ്മയിലൂടെ ഒരു ഹർജി നൽകി. അങ്ങനെ ആദ്യം ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിച്ചുവെങ്കിലും സ്വകാര്യ അൺഎയ്ഡഡ് CBSE അഫിലിയേറ്റഡ് സ്ഥാപനമാണ് ഈ സ്കൂൾ എന്നതിനാൽ അദ്ദേഹത്തിന് അധികാരപരിധി ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം അത് പരിഗണിക്കുന്നതിൽ നിന്ന് വിസമ്മതിച്ചു. അതുകൊണ്ടാണ് അവർ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ നിലപാട് ഇതിൽ ആദ്യം മുതൽ തന്നെ വ്യക്തമായിരുന്നു. എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഒരേ തരത്തിലുള്ള ഡ്രസ് കോഡ്, അതിൽ ഇളവ് നൽകിയാൽ സ്ഥാപനത്തിൻ്റെ അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ തകരും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ഇനി ഈ കേസ് കേട്ടതിന് ശേഷം അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജെ മുനീർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നത് നോക്കുക. യൂണിഫോം എന്നത് ബോണഫൈഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി ആയിരിക്കുകയും അച്ചടക്കവും ഒരു സ്ഥാപനത്തിൻ്റെ സ്വത്വവും നിലനിർത്താൻ ഉദ്ദേശിച്ചുള്ളതുമാണ് എങ്കിൽ അത് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ആ സ്കൂളിന് തന്നെയാണ് എന്നാണ് ജസ്റ്റിസ് മുനീർ പറയുന്നത്. നേരത്തെ ആ സ്കൂൾ ഹിജാബിന് എതിർപ്പ് പറയാതിരുന്നതുകൊണ്ട്, അതായത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അതേ സ്കൂളിൽ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് സുകൈന എന്ന വിദ്യാർത്ഥിനി വന്നത് എന്നതുകൊണ്ട് അത് സുകൈനയ്ക്ക് ഹിജാബ് ധരിക്കാനുള്ള ഒരു വെസ്റ്റഡ് റൈറ്റ് ആയിട്ട് മാറുന്നില്ല, അതൊരു സ്വാഭാവിക അവകാശമായിട്ട് വരുന്നില്ല എന്ന് ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ അലംഭാവമോ മൗനമോ ഒരിക്കലും ഒരു അവകാശമായി മാറില്ല എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ ജസ്റ്റിസ് മുനീർ കൃത്യമായി അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു വിദ്യാർത്ഥിനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം യൂണിഫോമിൽ മാറ്റം വരുത്താൻ അനുവദിച്ചാൽ അത് സ്കൂളിൻ്റെ അച്ചടക്കം നിശ്ചയിക്കാനുള്ള അധികാരം ഇൻഡിവിജ്വലായിട്ട് വിദ്യാർത്ഥികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തുല്യമാകും. അത് അപകടകരമാണ് എന്നാണ് ജസ്റ്റിസ് മുനീർ ഈ വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിധി ഒറ്റപ്പെട്ടതല്ല. ബെഞ്ച് വളരെ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട മുൻകാല കോടതി വിധികൾ കൂടി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ കേരള ഹൈക്കോടതിയിലെ ഫാത്തിമ തസ്നീം കേസ് കൃത്യമായിട്ട് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥാപനം നടത്താനും അത് ഭരിക്കാനുമുള്ള മൗലിക അവകാശം വിദ്യാർത്ഥിയുടെ വ്യക്തിഗത അവകാശത്തിന് മുകളിലാണ് എന്നാണ്. അതായത് ഒരു വിദ്യാർത്ഥിനിക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു അവകാശം പറയുമ്പോൾ കളക്റ്റീവായിട്ട് നിരവധി വിദ്യാർത്ഥികളിലുള്ള ഒരു സ്ഥാപനത്തിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള അധികാരം ആ കുട്ടിയുടെ അധികാരത്തിനേക്കാൾ മുകളിലാണ് എന്നുള്ളതാണ്. അതായത് ഡോമിനൻ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആ സ്ഥാപനത്തിൻ്റെ താല്പര്യമാണ്, സബ്സെർവിയൻ്റ് ഇൻട്രസ്റ്റ് ആണ് ആ കുട്ടിയുടെ താല്പര്യം. അപ്പോൾ സബ്സെർവിയൻ്റ് ഇൻട്രസ്റ്റിന് ഡോമിനൻ്റ് ഇൻട്രസ്റ്റ് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിയമപരമായിട്ടുള്ള ഒരു തത്വമാണ് കോടതി ഇവിടെ വീണ്ടും ഉദ്ധരിക്കുന്നത്. ഇതുകൂടാതെ കർണാടക ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിൻ്റെ റേഷാം കേസിലെ വിധിയുണ്ട്. ഹിജാബ് ഇസ്ലാമിലെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയല്ല എന്ന് ആ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് വിധിച്ചിട്ടുണ്ട്. ഹർജിക്കാർക്ക് ഇത് തെളിയിക്കാൻ വേണ്ടുന്ന തെളിവുകളൊന്നും തന്നെ, അതായത് ഇതൊരു ERP ആണ്, മതത്തിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ആചാരമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖകളും കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും കോടതി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ വിഷയത്തിൽ കോടതികൾ ഏതെങ്കിലും തരത്തിലുള്ള അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വിധി പറഞ്ഞിരിക്കുന്നത്, മറിച്ച് യഥാർത്ഥ മതഗ്രന്ഥം തന്നെ പരിശോധിച്ചാണ്. ഉദാഹരണത്തിന് ബോംബെ ഹൈക്കോടതി ഫാത്തിമ ഹുസൈൻ സായിദ് കേസിൽ ഹർജിക്കാരി ഉദ്ധരിച്ച ഖുറാനിലെ 24ാം അധ്യായത്തിലെ 31ാമത്തെ വാക്യം നേരിട്ട് പരിശോധിക്കുന്നുണ്ട്. സ്ത്രീകൾ തങ്ങളുടെ മാറിടം മൂടണം എന്ന് പറയുന്ന ആ വാക്യം ക്ലാസ് മുറിക്കുള്ളിൽ പെൺകുട്ടികൾ ഹെഡ്സ്കാർഫ് ധരിക്കാതിരിക്കുന്നതിനെ ലംഘിക്കുന്നില്ല എന്നാണ് അന്ന് കോടതി കണ്ടെത്തിയത്. ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന സത്തയെ അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് കോടതി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിലെ ഫുൾ ബെഞ്ചും ഇതേ മാർഗം തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷെ ഒരു പടി കൂടി മുന്നോട്ട് പോയി. ഹർജിക്കാർ ഹാജരാക്കിയിരിക്കുന്ന പല ഗ്രന്ഥഭാഗങ്ങളുണ്ട്, സൂറാസ്, അതിനെ വ്യാഖ്യാനിക്കുന്നതിന് ഒരു മൗലവിയുടെയോ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ്റെയോ സത്യവാങ്മൂലം പോലും അന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നാണ് ബെഞ്ച് നിരീക്ഷിച്ചിരുന്നത്. അതായത് ഒരു മതഗ്രന്ഥം ഉദ്ധരിക്കുന്നത് മാത്രം പോരാ,
അതിൻ്റെ മതപരമായിട്ടുള്ള ബാധ്യത തെളിയിക്കാൻ വേണ്ടുന്ന രേഖകൾ കൂടി കോടതിയിൽ സമർപ്പിക്കപ്പെടേണ്ടതാണ്. അത് ഹാജരാക്കാൻ അന്ന് ഹർജിക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല, ഇന്നും അത് കഴിഞ്ഞിട്ടില്ല. അതായത് സുകൈന റിസ്വിയുടെ കേസിലും ഇതേ ന്യൂനത തന്നെയാണ് ജസ്റ്റിസ് മുനീർ ചൂണ്ടിക്കാട്ടുന്നത്. ഹിജാബ് ധരിക്കൽ എന്നത് അവശ്യ മതാചാരമാണ്, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് എന്ന് സ്ഥാപിക്കാനായി ഒരു മതഗ്രന്ഥം ഉദ്ധരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഏതെങ്കിലും പണ്ഡിത അഭിപ്രായം കോടതിയിൽ കൊണ്ടുവരാനായിട്ടും രേഖാമൂലം അത് സമർപ്പിക്കാനും അവർക്ക് കഴിയുന്നില്ല. കുട്ടിക്കാലം മുതൽ അവർ ധരിക്കുന്നുണ്ട്. ഇതേ സ്കൂളിൽ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ആ കുട്ടി ഹിജാബ് ധരിച്ചിരുന്നു എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വാദം മാത്രമാണ് കൊണ്ടുവരുന്നത്. ആ സബ്സെർവിയൻ്റ് റൈറ്റ് എന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡോമിനൻ്റ് റൈറ്റിന് മുകളിൽ വരുന്നില്ല എന്നുള്ള നിയമതത്വം വഴി അത് ഇല്ലാതാവുകയും ചെയ്തു. ഇത് തന്നെയുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കുറേയധികം ഫോട്ടോഗ്രാഫുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. കോടതി നേരിട്ട് ഈ ഫോട്ടോകളെല്ലാം തന്നെ പരിശോധിച്ചു. അപ്പോൾ കണ്ടെത്തിയത് സുകൈനയുടെ ക്ലാസ്സിൽ ഇസ്ലാം മതത്തിൽപ്പെട്ടിരിക്കുന്ന മറ്റ് പെൺകുട്ടികളുണ്ട്, അതിൽ ഒരു പെൺകുട്ടി പോലും ഹെഡ് സ്കാർഫ് ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുതന്നെ ഇത് മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ് എന്നുള്ള വാദത്തിൻ്റെ അടിത്തറ തീരെ ദുർബലമാക്കുന്നുണ്ട്. കാരണം ഒരു ആചാരം ഒഴിവാക്കിയാൽ ഒരു മതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ മാറും എന്നതാണ് ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അനുവർത്തിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് തന്നെ കോടതി അത് പരിശോധിക്കുന്നു, ആ മാനദണ്ഡം നോക്കുന്നു. അങ്ങനെ ഹിജാബ് ധരിക്കാതിരുന്നാൽ ഒരു മുസ്ലിം സ്ത്രീ ആ മതത്തിൽ നിന്ന് പുറത്താകുമോ, ലെസർ മുസ്ലിമായി മാറുമോ എന്നുള്ള ഒരു പരിഗണനയാണ് ഇവിടെ കോടതി നൽകിയത്. അതില്ല എന്നാണ് മറ്റ് കോടതി വിധികളിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് എന്ന് സമർത്ഥിക്കുന്നതിന് ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ നിന്നുള്ള വാക്യങ്ങളോ അതിൻ്റെ പണ്ഡിത വ്യാഖ്യാനങ്ങളോ കൊടുക്കാൻ കഴിഞ്ഞില്ല. തന്നെയല്ല, അതേ സമുദായത്തിൽപ്പെട്ടിരിക്കുന്ന മറ്റു വിദ്യാർത്ഥിനികൾക്ക്, ഈ സുകൈനയുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഹിജാബ് ധരിക്കാതെ ക്ലാസ്സിൽ ഇരിക്കാമെങ്കിൽ അതിനർത്ഥം തന്നെ അവരാരും ലെസർ മുസ്ലിംസ് ആണ് എന്നല്ല, അത് മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയേ അല്ല എന്നത് മാത്രമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം ഒരു സ്കൂൾ യൂണിഫോം എന്നത് കേവലം ഒരു വസ്ത്രം എന്ന രീതിയിൽ പരിഗണിക്കേണ്ടതല്ല. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സമത്വത്തിൻ്റെ, അച്ചടക്കത്തിൻ്റെ ഒക്കെ തന്നെ പ്രതീകമാണ്. ഒരു ക്ലാസ് മുറിക്കുള്ളിൽ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ സാമ്പത്തിക നിലയുടെ പേരിലോ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം. അതായത് നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല എന്ന് കാണിക്കുന്നതിനാണ് യൂണിഫോം, അതല്ലാതെ നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കാണിക്കുന്നതിനല്ല യൂണിഫോം. മുമ്പ് കർണാടകയുടെ ഫുൾ ബെഞ്ച് പറഞ്ഞതുപോലെ സോഷ്യൽ സെപ്പറേറ്റ്നെസ് ഉണ്ടാക്കുന്ന ഏതൊരു ഇളവും ആ അടിസ്ഥാന ലക്ഷ്യത്തിനെ തകർക്കുന്നതാണ്. ഒരു കുട്ടിക്ക് ഇളവ് കൊടുത്താൽ നാളെ വേറൊരു കുട്ടി അതിൻ്റെ മതപരമായിട്ടുള്ള എന്നാൽ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ലാത്ത ഒരു കാര്യം എനിക്ക് നിർബന്ധമായിട്ടും അനുവർത്തിക്കണം, അത് ക്ലാസ് മുറിയിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ആ സ്കൂളിൻ്റെ ഡിസിപ്ലിനെ മൊത്തത്തിൽ ബാധിക്കും. അതാണ് ഇവിടെ ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മതചിഹ്നങ്ങളുടെ ഒരു പ്രദർശന വേദിയായിട്ട് ക്ലാസ് മുറികളെ മാറ്റാതിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം നിലകൊള്ളുന്നത് തന്നെ. എന്നാൽ ഇതിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഇത് വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ, മതസ്വാതന്ത്ര്യത്തിൻ്റെ ആർട്ടിക്കിൾ 25 ലംഘനമാണ് ഈ ഹിജാബ് അനുവദിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ജസ്റ്റിസ് മുനീർ വളരെ വ്യക്തമാക്കുന്നുണ്ട് ഈ വിധിയിൽ. കാരണം മൗലികാവകാശങ്ങളൊന്നും തന്നെ പരമമല്ല, അബ്സല്യൂട്ടല്ല. അതെല്ലാം തന്നെ റിലേറ്റീവാണ്. പൊതുക്രമം, ഒരു സ്ഥാപനത്തിൻ്റെ അച്ചടക്കം, ഈ കാര്യങ്ങളിലെല്ലാം അടിസ്ഥാനത്തിൽ ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ചുമത്താൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അവകാശമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന സബ്സെർവിയൻ്റ് റൈറ്റിന് മുകളിലുള്ള ഡോമിനൻ്റ് റൈറ്റ്സ്. ചുരുക്കി പറഞ്ഞാൽ ജസ്റ്റിസ് ജെ മുനീറും ജസ്റ്റിസ് ഇന്ദ്രജിത്ത് ശുക്ലയും ചേർന്നിരിക്കുന്ന ഈ ഡിവിഷൻ ബെഞ്ച് ഈ വിധിയിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സ്ഥാപനങ്ങളുടെ അച്ചടക്കം, വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൻ്റെ മതേതര സ്വഭാവം എന്നത് എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടുള്ളതല്ല. കേരളത്തിലും ഈ ചർച്ച പ്രസക്തമാണ്. കാരണം നമ്മുടെ നാട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ഹിജാബ് വേണം എന്നുള്ള ഡിമാൻഡുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതപ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് എന്നത് നമുക്കറിയാം. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഭരണഘടന പറയുന്നത് എന്താണ്, നിയമങ്ങൾ പറയുന്നത് എന്താണ്, കോടതി പറയുന്നത് എന്താണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെയൊക്കെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇവരൊക്കെ ശ്രമിക്കുന്നതുമാണ്. അതിന് ഏറ്റിരിക്കുന്ന ഏറ്റവും അവസാനത്തെ വന്നിരിക്കുന്ന തിരിച്ചടിയാണ് ജസ്റ്റിസ് ജെ മുനീർ ഈ വിഷയത്തിനെ കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം ഇതിൽ സുപ്രധാനമായിട്ടുള്ള നിയമപരമായി ശരിയായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള നിയമങ്ങളാണ് നടപ്പാക്കേണ്ടത്. അല്ലാതെ വ്യക്തികൾക്ക് വേണ്ടി എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇളവ് അനുവദിക്കുകയല്ല എന്നുള്ളതാണ്. യൂണിഫോമിൻ്റെ ഭാഗമായി ഹിജാബ് തുടങ്ങിയ മതചിഹ്നങ്ങൾ അനുവദിക്കപ്പെടണം, അത് മതപരമായിട്ടുള്ള അനിവാര്യതയാണ് എന്നുള്ള ഒരു വാദം ഇനിയെങ്കിലും അവസാനിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിധി എഴുതിയിരിക്കുന്ന, പ്രഖ്യാപിച്ചിരിക്കുന്ന ജസ്റ്റിസ് ജെ മുനീറിനും ജസ്റ്റിസ് ഇന്ദ്രജിത്ത് ശുക്ലയ്ക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.